சொக்கர்முடி மலையில் போலி நகல்கள் உருவாக்கி இடம் விற்பனை செய்தது முன் சிபிஐ தலைவர் என்ற குற்றச்சாட்டு. போலி நகல் உருவாக்கி அடிமாலி பகுதியைச் சேர்ந்த சிபி என்ற நபருக்கு 7 லட்சம் ரூபாய்க்கு விற்பனை செய்ததற்கான நகலுடன் அடிமாலி பிளாக் காங்கிரஸ் கமிட்டி. இயற்கை பாதுகாப்பு பகுதியான சொக்கர்முடி மலைநெறிகளின் புல்மேடுகளில் போலியான ரேகைகள் உருவாக்கி முன் சிபிஎம் தொண்டரும் சிபிஐ தலைவருமான எம்.ஆர். ராமகிருஷ்ணன் கைவசப்படுத்தியிருந்த அடிமாலி பகுதியை சேர்ந்த நபருக்கு அதை விற்பனையும் செய்துள்ளார். இதுதான் அடிமாலி பிளாக் காங்கிரஸ் கமிட்டியின் குற்றச்சாட்டு. சின்னக்கான கிராம பஞ்சாயத்து தலைவராக இருக்கும்போது கே.எம். வர்கீசன் பெயரில் போலியான ரேகைகள் உருவாக்கி சிபிஐ சின்னக்கான லோக்கல் கமிட்டி செயலாளராக செயல்பட்ட வந்த நேரத்தில் தான் ராமகிருஷ்ணன் 7 லட்சம் ரூபாய்க்கு 12 ஏக்கர் இடத்தை விற்பனை செய்ததாக காங்கிரஸ் தெரிவிப்பது. CPM-ൻ്റെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ കുറേ ഭൂമി വളഞ്ഞിടുകയും അതിന് വ്യാജരേഖ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളതാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു 7 ലക്ഷം രൂപയ്ക്ക് 12-14 ഏക്കർ സ്ഥലം പുള്ളി വ്യാജരേഖ ഉണ്ടാക്കി വിറ്റതായിട്ടൊരു രേഖയൊക്കെ മാധ്യമങ്ങളിൽ കൂടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് ഗ്യാപ്പ് റോഡ് തൊട്ട് ഒറ്റമരം വരെയും ഈ ചൊക്കമുടിയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഇവിടുത്തെ വ്യക്തികളും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും കയ്യേറിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെല്ലാം അടിയന്തരമായ ഒരു അന്വേഷണം നടത്തി സർക്കാർ ഭൂമി സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. காங்கிரசின் குற்றச்சாட்டு போலியானது என்றும் எம்.கே.எம். வர்கீஸின் கையிலிருந்து விலை கொடுத்துதான் ஏக்கருக்கு 600 ரூபாய் வீதம் 20 ஏக்கருக்கு 12,000 ரூபாய் கொடுத்தது 1984 தான் வாங்கியது என்றும் எம்.ஆர். ராமகிருஷ்ணன் தெரிவிப்பது. അവിടെ പട്ടയമില്ലാത്ത ഭൂമിയാണ്, കൈവശ ഭൂമിയാണ്. അതിന് ആധികാരികമായ രേഖ എന്ന് പറയുന്നത് ഈ ചാനലുകാർക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് ഈ രേഖ. പരിശോധിച്ചാൽ ആർക്കെങ്കിലും ഈ ഒപ്പിനെ സംബന്ധിച്ച് സംശയം ഉണ്ടെങ്കിൽ ഇത് എഴുതി തന്നെയാണെന്ന് പറയുന്ന ചിന്നക്കനാൽ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹം ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് അവിടുത്തെ പഞ്ചായത്തിൻ്റെ മിനിസിലൊക്കെ ഈ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. സംശയമുള്ളവർ പോയി പരിശോധിച്ചാൽ മനസ്സിലാവും. അതല്ല ചുമ്മാ വ്യാജ പ്രചാരണങ്ങൾ നടത്തി ഒരാളിനെ സംബന്ധിച്ച് വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യധർമ്മമല്ല. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ എനിക്കും രാഷ്ട്രീയമുണ്ട്. ഞാൻ CPI-യുടെ ഭാഗമാണ്. അതിന്റെ ഉത്തരവാദിത്തത്തെ മേഖലയിലൊന്നും ഞാനില്ല. பூமியின் ரேகைகள் உட்படுவதை பரிசோதித்து ரிப்போர்ட் கொடுக்க ரெவன்யூ துறை அமைச்சர் மாவட்ட ஆட்சியாளருக்கு உத்தரவு கொடுத்துள்ளார். நியூஸ் பீரோ ராஜகுமாரி.